സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് മംഗലാപുരത്തു നിന്ന് ഒരു ട്രെയിനിൽ യാത്ര പോയാലോ? പറഞ്ഞു വരുന്ന ട്രെയിൻ മറ്റേത് ട്രെയിനുമല്ല, നമ്മുടെ സ്വന്തം ഏറനാട് എക്സ്പ്രസ്. എല്ലാ ദിവസവും മംഗലാപുരത്തു നിന്ന് പുറപ്പെടുന്ന ഈ വണ്ടി രാത്രിയോടുകൂടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ വണ്ടിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 2009 സെപ്റ്റംബർ 13 തുടക്കം കുറിച്ചത്. ആദ്യമായിട്ട് ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഓടിയിരുന്നുള്ളൂ. എന്നാൽ 2010 ഡിസംബർ 19 ആകുമ്പോഴേക്കും ഇതിൻ്റെ ഡിമാൻഡ് കൂടുകയും ഇത് ഡെയിലി സർവീസാക്കി മാറ്റുകയും ചെയ്തു. ഇനി നമ്മുടെ ഈ പേരിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 2 രൂപത്തിൽ ഈ പേരിനെ അറിയപ്പെടാറുണ്ട്. ഒന്നാമത്തെ വിഷയം, ഏറളം എന്ന് പറഞ്ഞാൽ കന്നുകാലികളും, നാട് എന്നുള്ളത് നാടിനെ സൂചിപ്പിക്കുന്ന അതുകൊണ്ട് ഏറളം നാട് എന്ന വാക്കിൽ നിന്നാണ് ഏറനാട് എന്ന് വന്നത്. അഥവാ കന്നുകാലികളുടെ നാട് എന്നായിരുന്നു അറിയപ്പെട്ടത്. രണ്ടാമതായിട്ട് ഏറാടി എന്നുള്ളത് നിന്നാണ് ഏറനാട് എന്ന് വന്നതും പറയാറുണ്ട്. ഏറാടി എന്ന് പറഞ്ഞാൽ ഏറനാടിൻ്റെ ഉടയവർ എന്നായിരുന്നു അറിയപ്പെട്ടത്. ഇതിൽ നിന്നാണ് ഏറനാട് വന്നതും എന്നും ചരിത്രം പറയുന്നുണ്ട്. 9-12 നൂറ്റാണ്ടുകളിൽ ചേര ഭരണകാലത്ത് ഏറാടിമാർ അഥവാ എളാർത്തി പദവി എന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കൊണ്ടോട്ടിക്കടുത്തുള്ള നെടിയിരിപ്പ് ആയിരുന്നു അവർ. എന്നാൽ ഇപ്പോൾ ഈ നാട് കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ മലബാറിൻ്റെ ഒരു പ്രധാന പ്രവിശ്യയായിരുന്നു. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി, കൊണ്ടോട്ടി, നിലമ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് ഏറനാട് എന്നറിയപ്പെടുന്നത്. മഞ്ചേരിയിലാണ് നിലവിലെ ഏറനാട് താലൂക്കിൻ്റെ ആസ്ഥാനം. ഇനി ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് മംഗലാപുരം സെൻട്രലിൽ നിന്ന് നാഗർകോവിൽ ജംഗ്ഷനിലേക്കായിരുന്നു. എന്നാൽ ഈ വണ്ടി ഷോർട്ട് ടെർമിനേറ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രലിലേക്ക് മാറ്റുകയായിരുന്നു. ഈ വണ്ടിയോടുള്ള യാത്രക്കാരുടെ അഭിപ്രായം കൊണ്ട് ശാസ്താംകോട്ടയും പഴയങ്ങാടിയും പുതുതായി ഇതിന് സ്റ്റോപ്പ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7:20 മംഗലാപുരത്തു നിന്ന് പുറപ്പെട്ട് അതേ ദിവസം രാത്രി 8:50 തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുന്നു. എന്നാൽ തിരിച്ചു വരുന്നത് രാവിലെ പുലർച്ചെ 3:40 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം 5:35 ആകുമ്പോഴേക്കും മംഗലാപുരത്തേക്ക് എത്തിച്ചേരുകയാണ്. ഈ വണ്ടി ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത്. 16-606 തിരുവനന്തപുരം മംഗലാപുരം സെൻട്രലിലേക്കും 16-605 മംഗലാപുരം സെൻട്രൽ തിരുവനന്തപുരം സെൻട്രലിലേക്കുമാണ് ഈ വണ്ടിയുടെ നമ്പർ. 2 സെൻട്രലുമായി ബന്ധിപ്പിക്കുന്ന ഒരു ട്രെയിനാണ് ഈ ഏറനാട് ട്രെയിൻ. ഇനി ഈ വണ്ടി മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ നിർത്തുന്ന ഓരോ സ്റ്റോപ്പുകളും നമുക്കൊന്ന് പരിചയപ്പെട്ടാലും, എല്ലാ ദിവസവും രാവിലെ 7:20 മംഗലാപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടാൽ 7:39 മഞ്ചേശ്വരം, 7:54 കുമ്പള, 8:04 കാസർഗോഡ്, 8:24 കാഞ്ഞങ്ങാട്, 8:34 നീലേശ്വരം, 8:44 ചെറുവത്തൂർ, 8:59 പയ്യന്നൂർ, 9:10 പഴയങ്ങാടി, 9:19 വളപട്ടണം, 9:32 കണ്ണൂർ, 9:54 തലശ്ശേരി, 10:04 മാഹി, 10:19 വടകര, 10:26 പയ്യോളി, 10:39 കൊയിലാണ്ടി,
11:07 കോഴിക്കോട്, 11:24 ഫറോക്ക്, 11:34 വള്ളിക്കുന്ന്, 11:44 പരപ്പനങ്ങാടി, 11:54 താനൂര്, 12:08 തിരൂര്, 12:29 കുറ്റിപ്പുറം, 12:49 പട്ടാമ്പി, 1:25 ഷൊർണൂർ, 2:27 തൃശ്ശൂർ, 2:59 ചാലക്കുടി, 3:38 ആലുവ, 4:15 എറണാകുളം ജംഗ്ഷൻ, 4:44 തുറവൂർ, 4:58 ചേർത്തല, 5:45 ആലപ്പുഴ, 6:04 അമ്പലപ്പുഴ, 6:20 ഹരിപ്പാട്, 6:34 കായംകുളം ജംഗ്ഷൻ, 6:50 കരുനാഗപ്പള്ളി, 7 മണിക്ക് ശാസ്താംകോട്ട, 7:35 കൊല്ലം ജംഗ്ഷൻ, 7:57 വർക്കല ശിരൂരി, 9:15 ഈ വണ്ടിയുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനി ഈ വണ്ടി തിരിച്ചു വരുമ്പോൾ 16,606 എന്ന നമ്പറിലാണ് സർവീസ് നടത്തുന്നത്. ആ സമയത്ത് നടത്തുന്ന സ്റ്റോപ്പുകളെല്ലാം ഒന്ന് നോക്കിയാലോ. അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ, അഥവാ 98% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ലഭിക്കുകയും കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്യുക. ഇനി നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുമ്പോൾ സ്റ്റോപ്പുകൾ അടുത്തിച്ചേരുന്ന സമയം നോക്കിയാലോ. 3:40 തിരുവനന്തപുരം സെൻട്രലിന് പുറപ്പെട്ടുന്ന വണ്ടി 4:13 വർക്കല ശിവഗിരി, 4:35 കൊല്ലം ജംഗ്ഷൻ, 5:11 ശാസ്താംകോട്ട, 5:21 കരുനാഗപ്പള്ളി, 5:38 കായംകുളം ജംഗ്ഷൻ, 5:52 ഹരിപ്പാട്, 6:08 അമ്പലപ്പുഴ, 6:18 ആലപ്പുഴ, 6:46 ചേർത്തല, 6:58 തുറവൂർ, 7:40 എറണാകുളം ജംഗ്ഷൻ, 8:08 ആലുവ, 8:33 ചാലക്കുടി, 9:03 തൃശ്ശൂർ, 10:40 ഷൊർണൂർ ജംഗ്ഷൻ, 10:59 പട്ടാമ്പി, 11:19 കുറ്റിപ്പുറം, 11:33 തിരൂർ, 11:41 താനൂർ, 11:49 പരപ്പനങ്ങാടി, 11:55 വള്ളിക്കുന്ന്, 12:09 ഫറോക്ക്, 12:32 കോഴിക്കോട്, 12:56 കൊയിലാണ്ടി, 13:19 പയ്യോളി, 1:19 വടകര, 1:34 മാഹി, 1:43 തലശ്ശേരി, 2:12 കണ്ണൂർ, 2:24 വളവട്ടണം, 2:37 പഴയങ്ങാടി, 2:49 പയ്യന്നൂർ, 3:04 ചെറുവത്തൂർ, 3:14 നീലേശ്വരം, 3:24 കാഞ്ഞങ്ങാട്, 3:44 കാസർഗോഡ്, 3:54 കുമ്പള, 4:09 മഞ്ചേശ്വരം, 5:40 മംഗലാപുരം സെൻട്രലിലൂടെ ഈ വണ്ടിയുടെ യാത്ര അവസാനിക്കുകയാണ്. ഇനി ഈ വണ്ടിയുടെ കോച്ചിങ് കോമ്പസിഷൻ നോക്കിയാലോ. ഇതിൻ്റെ കോച്ചിങ് കോമ്പസിഷൻ നോക്കുമ്പോൾ 2 ചെയർ കാറും 5 നോൺ AC റിസർവ്ഡ് ചെയർ കാറും 13 അൺറിസർവ്ഡ് അഥവാ ജനറൽ കോച്ചും 2 ഡിസേബിലിറ്റി ഉള്ളവർക്കുള്ള കോച്ചുമാണ് ഇതിനുള്ളത്. ആകെ ഇത് കവർ ചെയ്യുന്നത് 620 കിലോമീറ്ററാണ്. അതിൻ്റെ ഇടയ്ക്ക് 40 സ്റ്റോപ്പും ഇതിനുണ്ട്. ഇനി ഓരോ നിലയിൽ ടിക്കറ്റ് ഫെയർ നോക്കുകയാണെങ്കിൽ അൺറിസർവ്ഡ് അഥവാ ജനറൽ ക്ലാസ്സിന് 190 രൂപയും, ചെയർ കാർ അഥവാ AC ചെയർ കാറിന് 775 രൂപയും, നോൺ AC ചെയർ കാറിന് 215 രൂപയുമാണ് ഇതിന് വില വരുന്നത്. ഇനി യാത്രാ സമയം നോക്കുകയാണെങ്കിൽ മംഗലാപുരത്തേക്ക് പോകുമ്പോൾ 14 മണിക്കൂറും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ 13 മണിക്കൂറും 55 മിനിറ്റുമാണ് ഇത് എടുക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്ന ഉറപ്പാണ്. അത് ആർക്കും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ചെയ്താൽ ഞങ്ങൾക്ക് പുതിയൊരു മോട്ടിവേഷൻ ആകുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതുവരെ
ബൈ.